ഏതാണ്ട് 55,000-ൽ പുറത്ത് ആളുകൾ 60,000-ഓളം ആളുകൾ തങ്ങളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് കേസുമായി പോയിട്ടില്ല. കാരണം അവരുടെയൊക്കെ നിക്ഷേപം 10,000 മുതൽ 20,000 രൂപ വരെയാണ്. ചെറിയ തുകകളാണ്. ചെറിയ തുകകൾ ഒരുമിച്ചാണ് ഈ പറയുന്ന 100 കോടിയായത്. 100 കോടിയുടെ നിക്ഷേപമായത്. ഈ 2 ജ്വല്ലറിയിലെ സ്വർണം കൊണ്ടുപോയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ബിനീഷിൻ്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ അടുത്തിടയ്ക്കാണ് പരിഗണിച്ചത്. അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. സർക്കാർ പറഞ്ഞു ബിനീഷ് അതിക്രൂരനായിട്ടുള്ള കൊലയാളിയാണ്, ഒരു കാരണവശാലും ബിനീഷിനെ പുറത്തുവിടാൻ പാടില്ല. രമേശിൻ്റെ കൊലപാതകത്തിന് ശേഷം, രമേശിൻ്റെയും ലതയുടെയും ഒക്കെ കൊലപാതകത്തിന് ശേഷം പിന്നെ ബിനീഷ് ഹിമാലയയുടെ ഓഫീസിൽ ലഡു വിതരണം ചെയ്തു എന്നാണ് കുറ്റപത്രത്തിലെ ഒരു കാര്യം. അത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു കൊലയാളിയെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ഇവരുടെ ശിക്ഷാവിധി, അതായത് ജീവപര്യന്തമാണ് ഇവർക്ക് ഉള്ളത്. ഉണ്ണിക്ക് വധശിക്ഷ വിചാരണ കോടതി വിധിച്ചു. ബാക്കി 8 പേർക്ക് പിന്നെ ജീവപര്യന്തമല്ല, ബാക്കി 5 പേർക്ക് ജീവപര്യന്തവും പിന്നെ 3 പേർക്ക് 5 വർഷം വീതം തടവും. അങ്ങനെയാണ് ഇതിൻ്റെ ശിക്ഷാവിധി ഉണ്ടായിരുന്നത്.